മേഘ്ന രാജ് അല്ല, മേഘന വിൻസെന്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. അപ്പം നമ്മൾ ഹൃദയത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്താണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മളൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണ് ഏതാന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. എന്ത് അപ്പൊ ആ പോകുന്ന ഹോട്ടലില്ലേ, ആ പോകുന്ന ഓട്ടോയുടെ സാരഥിയുടെ ഓണർ, ഓരോ ഫാമിന്റെ ഓണറാണ് കേട്ടോ. അപ്പൊ ആ ഫാമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നീർക്കാക്കയാണോ? ഓ, നീർക്കാക്കേനെ ഞാനിങ്ങനെ വെള്ളത്തിൽ കണ്ടിട്ടില്ല. മായ ടൈപ്പാണ് വന്നത്. ഒരു വ്യത്യാസം വേണമല്ലോ, അതാണ് നമ്മളത് ചെയ്തതിന്റെ. നല്ല ഈൽഡ് പക്ഷെ മായാണ് കേട്ടോ. നല്ല ഈൽഡ് മായ. ഞാൻ ഏതിനോ ചേട്ടൻ പറഞ്ഞു കേട്ടായിരുന്നു മായയാണ് ഏറ്റവും നല്ല. അതാ ഞാൻ പറഞ്ഞ മായ എന്നെ വാങ്ങിച്ചു. മൊസൈക്ക് ഇപ്പൊ കയറി വരുന്നുണ്ട്. മൊസൈക്ക് രോഗം ഇച്ചിരി പ്രശ്നം. രോഗത്തിന്റെ പേരാണ് മൊസൈക്ക്. എനിക്ക് മൊസൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ഈ വീട്ടില് ഇത് മൊസൈക്ക് തറ, എനിക്ക് മൊസൈക്ക് നമുക്കറിയത്തില്ല കേട്ടോ. കാണണമെന്ന് പറഞ്ഞിട്ട് കാര്യം ഇതാണ് നമ്മുടെയൊക്കെ മോഡല്. അപ്പൊ ചേട്ടന് അപ്പൊ എന്താന്നറിയോ, പലതരം വരുമാനമാണ് ഇപ്പൊ വരുമാനത്തിന്. കൊള്ളാട്ടോ. കുഴപ്പമില്ല, സിനിമ സീരിയലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് കൃഷി തന്നെയാണ് വരുമാനം. അതുകൊണ്ട് ഭയങ്കര ടെക്നിക്കൽ വരുമാനം ചെയ്തതിന് കാര്യമുള്ള കൃഷി മതിയല്ലോ. ഞങ്ങളതിന് കേറിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാം. നമുക്ക് കേരളത്തിലെ കാലാവസ്ഥ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ നമ്മള് ചെറിയ ഒരു ക്രോപ്പ് മാത്രം കൃഷി ചെയ്യണമെങ്കിൽ വരുമാനം ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് പാടാണ്. അപ്പൊ അതാണ് നമ്മുടെ ഇതിനു മുമ്പുള്ള കൃഷി എന്ന് വെച്ചാൽ ചീര ഇപ്പുണ്ട് ഇടയ്ക്ക്. അപ്പൊ ചീര, പയറ്, കുക്കുമ്പർ, വെള്ളരി, അങ്ങനെ പല സ്ഥലത്ത് ഒരു സമയത്ത് നമ്മൾ 3 കൃഷിയാണ് ചെയ്യണത്. അതാണ് ആ രീതിക്കാണ് ചെയ്യണത്. ഇതൊക്കെ സൈഡ് കൃഷിക്കാരിയാ. ഒരുപാട് പേരൊക്കെ കൃഷിയിലൊക്കെ ആശ്രയിക്കണമെങ്കിൽ ഇവരുടെ കൂടുതൽ നടിമാരൊക്കെ കൃഷിയിലേക്ക് വരണം അല്ലെ. നമ്മളൊക്കെ കൃഷിയായിട്ട് ആരാധിക്കാനാണ്. പണിയെടുക്കണം. കൃഷി മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമാണ്. ഭയങ്കര ഒരു സമാധാനവും സന്തോഷവുമാണ്. എത്ര ദിവസം കൊണ്ട് കുക്കുമ്പറാവും? 45 ദിവസം. 45 കൃത്യമായിട്ട്. കുക്കുമ്പറിലെ പുലിയാണ്. കുക്കുമ്പറിലെ കൃഷിയിലൊക്കെ സംശയം ചോദിക്കുന്ന ഞാൻ ജയിച്ചെടുക്കല. കണിവെള്ളരി വെള്ളരിയില്ലേ? ഇതിപ്പോ എന്താ സംഭവം എന്നറിയോ ചേട്ടന്? ഈ അടിവളം ഒറ്റ ഇതിട്ട് കഴിഞ്ഞാൽ അതില് 2-3 ഇത് എടുക്കുന്നുണ്ട്. അപ്പൊ അതിനാണപ്പോ ലാഭം കേട്ടോ. അതാണ് ലാഭം. ചീര വെക്കണ ചീര കാണിച്ചു തരാം. അപ്പൊ പക്ഷെ ഇത് ഇടയ്ക്ക് കൊടുക്കണോണ്ട് ഒരു പ്രശ്നവും ഇല്ല അല്ലേ? ആ തോട്ടത്തിൽ വരാങ്ങനുണ്ടല്ലോ, ആ ചീര നിൽക്കുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു. നമുക്കൊരു 10 മിനിറ്റ് യാത്രയുണ്ട്. ഏതായാലും വാങ്ങിയപ്പോ അടുത്ത പ്രാവശ്യം വന്ന് കിട്ടാൻ പാടാണ്. ഇവരൊക്കെ തിരക്കുള്ള ആൾക്കാരാ. നമ്മളൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്ന ആൾക്കാരല്ലേ. അവിടെ ഒരു 1.5 ഏക്കർ മുളകും ചീരയും കൂടെയാണ് നമ്മളിപ്പോ കളർഫുൾ ആയിട്ട് നിൽക്കുന്നത്. ഡിസ്റ്റൻസ് കേരളത്തിൽ തന്നെ ഏറ്റവും ഡിസ്റ്റൻസ് വരാതെ കുറച്ച് ആള് ഞാനാ. ഇത് ശരിക്കും അത്ഭുതമാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം അത്ഭുതമാണ്. അതായത് 4 മാസം കൊണ്ട് 3 വിളവെടുപ്പ് നമ്മൾ നടത്തും. ഇല്ല, കയ്പൊന്നും കയറുന്നില്ല. കയ്പൊക്കെ ചില സമയത്ത് കുക്കുമ്പറിന് വരാറുണ്ട്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വരുമ്പോഴാണ് കൂടുതലും അങ്ങനെ വരുന്നത്. ഞെട്ട് ഭാഗത്ത് ചില സമയത്ത് മാത്രമേ കയ്പ് വരാറുള്ളൂ. ഇതല്ലേ ഇതൊന്നും പക്ഷേ കയ്പുള്ളതല്ല. മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ക്വാളിറ്റി എന്ന് വെച്ചാൽ 98.5% ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യണത് നമ്മുടെ പ്രോഡക്റ്റ്. മനസ്സിലല്ലേ? ആ രീതിക്ക് നമുക്ക് വേണം ഏത് തോട്ടത്തിനുള്ളിൽ എപ്പോഴും എന്തും കഴിക്കാവുന്ന ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് പോയിരുന്നു. നിലത്ത് വളർന്നുകൊണ്ട് തന്നെ ഈ പന്തിനെ പഠിത്തം ഡാമേജ് കൂടുതലാണ്. ഇവിടെ കണ്ടില്ല ഒരു ചാക്കിപ്പോ ഡാമേജ് ഉണ്ടല്ലോ.
പക്ഷെ നമുക്ക് അത്ര എക്സ്പെൻസ് നമ്മൾ കുറച്ചാണ് നമ്മള് എക്സ്പെൻസ് അത്രയും എന്നാ കിട്ടണത് ലാഭമാണല്ലോ ഇതിന്. പണി പഠിച്ചു കേട്ടാ. സീരിയൽ ഇപ്പൊ ഹൃദയം മാത്രമേ ചെയ്യുന്നുള്ളൂ സൂര്യ ടിവിയിൽ. സൂര്യ ടി വി ഹൃദയം. പിന്നെ ബാലൻസ് ഉള്ള സമയം എന്റെ ഇവന്റ് മാനേജ്മെന്റും നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാം കൂടെ കളർ ഒരു മാസം 2 ഒപ്പിച്ചെടുക്കണോണ്ടെന്നാ പറയണ. അങ്ങനെയൊന്നും പറയുന്നത് ജീവിച്ചു പോണ്ടേ. ഇതിപ്പോ ചേട്ടാ എന്ത് ഡിസ്റ്റൻസിൽ ഇപ്പൊ ഇത് പടവല ചെയ്തേക്കണേ അല്ലേ? ഇത് പടവളത്തിന് ഈ ഡിസ്റ്റൻസ് മതി. ഇതിപ്പോ നടക്കുമ്പോ കുക്കുംബർ ചവിട്ട് അടുപ്പിലും കുഴപ്പമുള്ള കാര്യം. ഹാർവസ്റ്റിംഗ് കഴിഞ്ഞതാ. കഴിഞ്ഞതാ. എന്ത് ഗ്യാപ്പിലാണ് പടവലുണ്ട്? പടവളൊക്കെ ഒരു 40 സെന്റിമീറ്റർ അകലത്തിൽ നടാം. ഈ പടവളം പീച്ചിലും ഒക്കെ ഇല്ലേ, ഈ ഗ്യാപ്പെങ്കിലും മിനിമം വേണം. ഡൗട്ട് എന്താണെന്നറിയോ, ഈ ചെടികൾ തമ്മിലാ ഇതിന്റെ ഇടയിൽ അപ്പൊ വേറെ വെക്കുമ്പോഴത്തേനും പ്രശ്നമില്ലേ? പ്രശ്നമൊക്കെ ഉണ്ട്. ഉണ്ടാ നമ്മളിവിടെ ചെയ്യണ്ട 3-4 പടവളത്തിന്റെ ഇടക്ക് ഒരു വെള്ളരി നട്ടിരിക്കണ്ട. അപ്പൊ ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. ഇതിന്റെ ഇടയിൽ വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വെറുതെ പോയല്ലേ. ഡിസ്റ്റൻസ് കുത്തിയിട്ട് ചേട്ടന് ഇഷ്ടമുള്ളത് ഇടയിൽ ഒരെന്നേരം ഇട്ട് കൊടുക്കണ്ട. ഇതാണ് പ്രിപ്പറേഷൻ. ഈ ഏരിയ ഫുള്ള് ഓപ്പൺ ക്രിസ്റ്റൽ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലായിരിക്കണം. അവിടെ അതങ്ങനെ ആയിരിക്കണത്. അല്ല, അവിടെ അങ്ങനെയല്ല. അവിടെ ഓപ്പൺ ക്രിസ്റ്റൽ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതി എന്നാണ് ഇതിന് പറയുന്ന പേര്. തുറസായ സ്ഥലത്തെ തുള്ളിതന സംവിധാനം. തുള്ളിതന സംവിധാനം അല്ല. അവിടെ പക്ഷെ വീഡിയോ കണ്ടപ്പം ഷീറ്റൊക്കെ ഇട്ടിരിക്കണല്ലോ. ഞാൻ മൾച്ചിങ് ഷീറ്റ് ഇട്ടു, കാരണം അവിടെ പുല്ല് പറിക്കുന്ന ആള് വളരെ വീക്കാണ്. പുല്ല് പറിക്കുന്ന ആള് വളരെ വീക്കാണ്. വീക്കാണ്ട് മനുഷ്യൻ ഇട്ടിട്ട് പൈപ്പ് കൊടുത്തിട്ടില്ല. പൈപ്പ് കൊടുക്കണം ഉടനെ തന്നെ. അത് കണ്ട ഇവിടെ പൈപ്പ് കൊടുത്തിക്കണ്ട. പിന്നെ നമ്മുടെ അവിടെ പുല്ല് പെട്ടെന്ന് വളർന്നേ. ഇവിടുത്തെ നല്ല സൂപ്പർ മണ്ണാണ്. അതെ, നമ്മുടെ രീതികൂട്ടം പറഞ്ഞ പോലെ ചേച്ചി ഞാൻ ഇവിടെ നിന്ന് പുല്ല് പറിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേനും ഇവിടെ വളർന്നിട്ടുണ്ടാവും. ചേച്ചിക്ക് ഒരു അടിപൊളി ചാനൽ ഉണ്ടെന്ന് പറഞ്ഞ ഏതാണെന്ന്? മേഘ്ന സ്റ്റുഡിയോ ബോക്സ്. എന്റെ ചാനൽ ചോദിച്ചില്ല. അറിയാലോ, വെറൈറ്റി ഫാമർ. വെറൈറ്റി ഫാമർ. വെറൈറ്റി ഫാമർ. കുളത്തിന്റെ മേലിലൊക്കെ പല സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുളത്തിന്റെ മുകളിലൊക്കെ അല്ലേ ചെടി വന്നിട്ടുണ്ട്. നല്ലോണം ഈൽഡ് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതാണ് അപ്പൊ ആയിരിക്കണത്. കണ്ട നമുക്കിപ്പം ഇത് കണ്ട ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ നമ്മള് കുക്കുംബർ ഇട്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അടിച്ചു കളയുന്നത് നല്ലതായിരിക്കും. ബ്രഷ് കട്ടർ ഉപയോഗിച്ച് പാത്തി ക്ലിയർ ചെയ്ത് നോക്കി. എപ്പോഴും കളകള് പ്ലോട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്, ഈൽഡിന് നല്ലത് എപ്പോഴും. എന്നിട്ട് പൊട്ടിച്ച് ജസ്റ്റ് കയ്യിലെടുക്കാവാ. പൊടിച്ച് ഇങ്ങനെ ഒടിച്ചെടുക്കണം. അങ്ങനെ വെച്ചിട്ടേ ഒടിച്ചെടുത്ത ഓക്കെ. അങ്ങനെ പറഞ്ഞു പിടിക്കണം. ഇന്ന് നമ്മുടെ തോട്ടത്തിലെ വിളവെടുക്കാനെത്തിയത് ഇന്ന് വിളവെടുക്കാനെത്തിയത് ഒരു സെലിബ്രിറ്റിയാണ്. പേരെന്നാണെന്ന് പറഞ്ഞത്? മേഘ്ന രാജ് അല്ലേ? മേഘ്ന രാജ് അല്ലേ? വിൻസെന്റ് ആണ് കേട്ടാ. അപ്പൊ നമുക്ക് ഈ പാവപ്പെട്ട കൃഷിയിടത്തില് ഇന്ന് വിളവെടുക്കാൻ വന്നിരിക്കുന്നത് ഒരു വലിയ സെലിബ്രിറ്റിയാണ്. ആരാണെന്ന് പറഞ്ഞേ? മേഘ്ന. സിനിമ സീരിയൽ രംഗത്തെ ഈ പാവപ്പെട്ട കൃഷിയിടത്തിലെ ഇന്ന് തോട്ടത്തില് ഇന്ന് വിളവെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ആരാണെന്ന് അറിയാവാ? പേര് പറഞ്ഞ നമ്മുടെ തോട്ടത്തില് ഇന്ന് വിളവെടുക്കാൻ എത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ സെലിബ്രിറ്റിയാണ്. അപ്പൊ ആരാണെന്ന് പറഞ്ഞ? കൃഷി പഠിക്കാൻ വേണ്ടി വന്നാട്ടാ. അപ്പൊ വിളവെടുത്തേക്കാം. ഇപ്പൊ സിനിമയും കൃഷിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ വല്ല പറയാനുണ്ടാ? രണ്ടു വിള എതിരെന്ന് പറഞ്ഞു. കൃഷി എന്ന് പറയുന്നത് കൃഷി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഓരോന്ന് പറയുമ്പോ ചേട്ടന്റെ കുട്ടികളെ പോലെ ആയിരിക്കും ചേട്ടൻ അല്ലേ? തീർച്ചയായിട്ടും. അതെ, ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് നമ്മൾ ഇവിടെ വന്നിങ്ങനെ കാണുമ്പോഴത്തേക്കും. ജീവിതത്തിലൊക്കെ നമ്മൾ ഒരുപാട്
പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഞാൻ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കുന്നത് ഒരു മാനസികമായിട്ടുള്ള പ്രതിസന്ധിയാലും അല്ലെ ഒരുപാടുണ്ടാവും. ഒരു മെന്റൽ റിലീഫാണ് ശരിക്കും പറഞ്ഞാൽ. സ്ട്രെസ് ബസ്റ്റർ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷിയും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ വലിയ വലിയ സിനിമയിലെ സീനിലൊക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഒരു സ്ട്രെയിൻ ഇപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? സ്ട്രെയിൻ ഇപ്പൊ ഇല്ലാത്ത ആർക്കാ ഉള്ളത്? സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇത് കവർ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ടൂൾ ഏതാണ്? കൃഷിയാണ്. മമ്മൂട്ടിയൊക്കെ വരെ അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ അവരൊക്കെ ഇത് എൻജോയ് ചെയ്യേണ്ടി, അവരൊക്കെ ഇത് നന്നായിട്ട് ആസ്വദിക്കണേ. വീഡിയോ എടുത്ത് വെച്ചു നമുക്ക് പോരായ്മ തോന്നിക്കുന്നുണ്ടല്ലോ. ഇത് കണ്ടേ 2 വർഷം കഴിയുമ്പോ ഡാമേജ് വരും. അപ്പൊ ഇതിന് ഹാർവെസ്റ്റ് ചെയ്യാൻ കിടക്കുവാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത തോട്ടത്തിലേക്ക് പോവാം. അമ്മ എന്താണല്ലേ ഒരു വാനത്തിൽ തന്നെ സംസാരിച്ച് എന്റെ വോളിയം കേറിപ്പോയി, ലെവല് കേറിപ്പോയി ഗൈസ്. എന്താല്ലേ ഇങ്ങനെ ഒറ്റ വാനത്തിൽ തന്നെ നമ്മൾ എന്താ ചെയ്യണേ? ഒരൊറ്റ ക്രോപ്പാ ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷെ ആ ചേട്ടൻ ഇടവിട്ട് പലതരം ക്രോപ്പ് ഇടവിട്ട് ചെയ്യണോണ്ട് അത് ഭയങ്കര ലാഭമാണെന്നാ ചേട്ടൻ പറഞ്ഞിട്ടോ. നമുക്ക് ഇനി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വെള്ളരി, പടവലോ, പാവയ്ക്കയും രണ്ടാമത്തെ തോട്ടത്തിലേക്ക് എത്തിയിരിക്കാണ്. ഇപ്പൊ ഞാൻ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം പറഞ്ഞോളൂ. എന്തൊരു ഭംഗിയുണ്ടെന്ന് അറിയാമോ ഇവിടെ ഇങ്ങനെ കാണാൻ. നോക്കിയേ, അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ 1.5 ഏക്കർ സ്ഥലം. ഈ പാവപ്പെട്ട ഉണ്ടല്ലോ 1.5 ഏക്കർ സ്ഥലം. 1.5 ഏക്കറാണോ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ഇടയില് പച്ചയും റെഡും ഒക്കെ കൂടെ കലർന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിക്കാൻ തന്നെ. പച്ചമുളക് അല്ലേ? ബന്ദി അത് നമ്മുടെ മാസ്റ്റർ പീസ്. അതല്ല ഇവിടെ മുളക് ചെയ്യുമ്പോ നമ്മള് മറ്റേ കുക്കുമ്പോ അങ്ങനെ ചെയ്യാറില്ല, കാരണം പടന്ന് ഇതൊക്കെ ചുറ്റിപ്പിടിച്ച് അലമ്പാവും. അപ്പൊ അത് ചെയ്യുമ്പോ മാത്രമേ ചെയ്യാറുള്ളൂ. അന്നേരം ചീര നമ്മള് പരമാവധി നമ്മള് ഇപ്പൊ അവിടുന്ന് പറിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു 20 ദിവസം കഴിയുമ്പോ പറിക്കുന്നു പറഞ്ഞില്ലേ? അപ്പൊ ഊരി തുടങ്ങി. ഇപ്പൊ 2 ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് പറിച്ചു തരും. ഞാൻ പറഞ്ഞില്ല 20 സെന്റിമീറ്റർ അകലത്തിലാണെന്ന് കണ്ട 2 മുളകിന്റെ ഇടക്ക് ഒരേ ചീര. 20 സെന്റിമീറ്ററിലെ മുളക് മുളക് 40 സെന്റിമീറ്റർ. 40 വേണ്ട അടുപ്പിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മള് പരമാവധി അടുപ്പിച്ചാണ് കാണുന്നത്. എന്നിട്ട് എന്റെ ഇടയ്ക്ക് ഒരു ചീരയും നട്ടു കൊടുക്കും. നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാൻ വന്നിരിക്കുന്നത് പ്രശസ്ത ഒരു സിനിമ സീരിയൽ താരാണ്. പേരെന്ന് പറഞ്ഞ മേഘ്ന വിൻസെന്റ് ആണ്. അപ്പൊ ഞങ്ങള് ഒരു 6 മാസമായിട്ട് എന്റെ കൃഷി വീഡിയോ കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പൊ ഒരു 2-3 മാസമായിട്ട് എന്റെ കയ്യിൽ നിന്ന് വിത്ത് മേടിച്ചാണ് കൃഷി ചെയ്യുന്നത്. അപ്പം ഇതിപ്പോ രണ്ടാമത്തെ തോട്ടമാണ് സന്ദർശിക്കുന്നത്. അപ്പൊ നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് വിത്തുകൾ ചേർന്നെടുത്താണ് വാങ്ങിക്കുന്നത്. ഞാൻ വേറെ അടുത്താണ് മേടിക്കുന്നത്. ഞാൻ അവിടുന്ന് മേടിച്ച് കൊടുക്കുക മാത്രമേ ചെയ്യണത്. വിത്ത് വാങ്ങിച്ചിട്ട് നല്ല ആടിപൊളിക്കായി വന്നിട്ടുണ്ട്. അപ്പൊ കടയുടെ നമ്പർ ഞാൻ വേണം താഴ്ത്തിട്ടേക്കാം. ആവശ്യം നമുക്ക് മേടിക്കാം. എന്റെ കടയല്ല കേട്ടോ, എന്റെ സുഹൃത്തിന്റെ കടയാണ്. അപ്പൊ നമ്മള് വർഷങ്ങളായിട്ട് മേടിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ മൊത്തം സിറം ആണ് നട്ടിരിക്കുന്നത്. 16ഓളം മുളകാണ് ഇരിക്കുന്നത് ഇവിടെ. മുളക് അതിന്റെ ഇടയ്ക്ക് ചീര. എങ്ങനെയുണ്ട് ചീര? എങ്ങനെയുണ്ട്? ചീര അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ തോട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി കിട്ടും അല്ലെ? അപ്പൊ 2014 ഇങ്ങനെ ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോ തൊട്ടുള്ള ഒരു എനർജി നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം പ്രധാനപ്പെട്ട ഒരുപാട് പേരൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ മിനിസ്റ്റർ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരേ പ്രധാനപ്പെട്ട ആൾക്കാർ വരുമ്പോഴും നമുക്ക് ഏറെ സന്തോഷമാണ്. അപ്പൊ കൃഷി വകുപ്പിന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടോ? എപ്പോഴും വരാറുണ്ടോ? അപ്പൊ കൃഷി വകുപ്പിന്റെ ഒക്കെ പൂർണ്ണ സപ്പോർട്ടോടുകൂടിയാണ് കൃഷി ചെയ്യുന്നത് അല്ലെ? അപ്പൊ വ്യത്യസ്തമായ ഞാൻ അവിടെയും ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വ്യത്യസ്തമായ കൃഷികൾ കണ്ട് പഠിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? എനിക്ക് കുറച്ച് അഭിനയം പഠിപ്പിച്ചു കേട്ടാ. നന്നായിട്ട് കോമ്പയർ ചെയ്യുന്നുണ്ട്. പഠിപ്പിച്ചു തരുന്നുണ്ട്. മൊത്തം വെള്ളിയാണെന്നേ ഉള്ളു. എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഇത് എന്റെ വ്ളോഗും കൂടെ ഞാൻ എടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ നല്ല ഭംഗിയുള്ള തോട്ടാട്ടോ. ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് എന്റെ വോളിയത്തിന്റെ ലെവൽ ഇങ്ങനെ കേറി പൊക്കോണ്ടിരിക്കുക. അതല്ല, ഞാനും ഒക്കെ കൃഷി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ പല തോട്ടങ്ങളും കണ്ടു പഠിച്ചാണ് ചെയ്തത്.
അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ വ്യത്യസ്തമായ കൃഷി നടപ്പാക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു ടണൽ മോഡൽ ഒരു പരീക്ഷണം നമ്മൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കണ്ട. അപ്പൊ ഇങ്ങനെയുള്ള ഒരേ കാര്യങ്ങൾ നമ്മള് എല്ലാ പ്ലോട്ടിലും എന്തെങ്കിലും വ്യത്യസ്തം ഉണ്ടാവും. അത് വന്നിട്ട് ഈ കേറാതൊരു പുതിയ മോഡൽ നോക്കിയാണ്. അപ്പൊ ഈ മുളകിനൊക്കെ മുരടി പോരായിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ട്രയലുകൾ നടക്കുകയാണ് ഇപ്പൊ. അപ്പൊ പല പല പരീക്ഷണങ്ങൾ നടക്കുകയാണ്. അപ്പൊ എല്ലാം വിജയിക്കണമെന്നില്ല. അതെ, പരീക്ഷണത്തിൽ വിജയിച്ചാൽ എന്നോട് പറയണം. നന്നായിട്ടുണ്ട്. മുളക് എത്ര ദിവസത്തിനുള്ളിൽ വരും ചേട്ടാ? മുളക് 60 ദിവസം. 60. ഇപ്പൊ ഫ്ലവറിങ് വന്നു തുടങ്ങി. ഇത് കണ്ടില്ലേ? ഫ്ലവറിങ് വന്നോ? കണ്ട ഇത്ര ചെറുതിലേ വന്നു. ഇവിടെ നല്ല മീൻ ഇടാൻ കേട്ടോ. മീൻ ഓൾറെഡി ഉണ്ട്. ഉണ്ടോ? തിലാപ്പിയും കാര്യമാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇടയ്ക്ക് ഫ്രീ ആവുമ്പോ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാൻ വന്നു. തീർച്ചയായിട്ടും ചേച്ചിയുടെ കൃഷി അവിടെ പോയി കാണുന്നുണ്ട്. ഞാനിപ്പം മറ്റേ കാളാഞ്ചിടം വരെ കാളാഞ്ചിയൊക്കെ ഒരുവിധമായി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പാവപ്പെട്ട തിലോപ്പിയാണ് വളർത്തുന്നത്. ഇത് 1.5 ഏക്കർ സ്ഥല. അത് 150-200 കിട്ടുള്ളൂ. ചേച്ചി അവിടെ വളർത്തുന്നത് എന്നാണ് ഈ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത്. ഞാൻ നേരിട്ട് വന്ന് കണ്ടാണ്. ഇവിടെ 600 രൂപ കിട്ടുന്ന കാളാഞ്ചാറാണ് വളർത്തുന്നത്. അപ്പൊ അത് നോക്കിക്കൊള്ളാം. 150-600 തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയാൽ കേട്ടാ. ശരിക്കും ഈ കർഷകരും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, അവരുടെ സംഭാഷണം മൊത്തം ചെടി, കൊടി, പിന്നെ പൂക്കള്, അതുപോലെ തന്നെ ചിത്രശലഭം, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങളുടെ സംഭാഷണവും കാര്യങ്ങളും ഒക്കെ. അത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. ഈ പാടത്ത് കൂടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ടും ഈ നല്ല ഭംഗിയുള്ള സംഭവമല്ലേ ഈ റെഡും പച്ചക്കൂടെ ഒന്നിച്ചിങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കാനായിട്ടൊക്കെ ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ആട്ടോ. ഭയങ്കര കണ്ണിന് കുളിർമ കിട്ടുന്ന സംഭവം അതൊക്കെ. ഇങ്ങനൊരു സാധനം പോകില്ല, നല്ല രസമായിട്ട് ഒറ്റയ്ക്ക് ചെയ്താൽ മതിയോ? നമ്മുടെ ചീര ഇന്ന് വിളവെടുക്കാൻ വേണേ. വാത്താങ്കരയാണ്, എടുത്തോ. നമ്മള് ഗംഭീരായിട്ട് പറിച്ചു കഴിഞ്ഞാ. ഞങ്ങള് വ്ളാത്താങ്കര ഓൾറെഡി നമ്മുടെ അവിടെ ഫാമില് എടുത്തതാണ്. എങ്ങനെയുണ്ട്? അടിപൊളി ചീരയാണ്. കാരണം ഇപ്പൊ എറണാകുളത്തൊക്കെ നല്ല ചീരയല്ലേ ഇപ്പൊ കിട്ടണം അല്ലേ? നമ്മുടെ ഈ ചീരയെ കൊണ്ടുവരുമ്പോ നല്ലൊരു ഭംഗി അല്ലേ? സത്യം പറഞ്ഞ വ്ളാത്താങ്കര അവിടെ ചെയ്തപ്പോ അതിന് ഭയങ്കര ഡിമാൻഡ്. അപ്പൊ എല്ലാരും കൃഷി ചെയ്യുക അല്ലെ? ഇപ്പൊ എല്ലാരും കൂടെ കൃഷി ചെയ്യണ്ടല്ലോ. കേരളത്തിൽ വലിയൊരു നമുക്ക് തരംഗം സൃഷ്ടിക്കാൻ പറ്റും അല്ലെ? അപ്പൊ എല്ലാരും ടീമായിട്ട് നിക്കുക എന്നുള്ളതാണ്. അപ്പൊ താതന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അപ്പം ഈ ചീരൻ അമ്മക്ക് കൊടുക്കട്ടാ. അപ്പൊ ചേട്ടന്റെ അടുത്ത തോട്ടത്തിലേക്ക് പൊക്കോണ്ടിരിക്കട്ടെ. ഇവിടെ നിൽക്കാൻ സമയമില്ല ചേട്ടന്, അത്രയ്ക്ക് ബിസിയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം ചേട്ടാ, ചേട്ടന്റെ തോട്ടത്തിൽ വന്ന് കാണാൻ പറ്റിയതും കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതൊക്കെ. താങ്ക് യു സോ മച്ച്. വന്നതിലൊക്കെ വളരെ സന്തോഷം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ താമസിക്കാതെ ഏത് ജില്ലയാണ് എറണാകുളം ജില്ലയില് ഒരു വനിതാ യുവകർഷക ഉടലെടുക്കുന്ന കാര്യത്തില് ഒരു തർക്കം വേണ്ട അല്ല? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അത് പഞ്ചായത്തുകാരൊക്കെ പ്രത്യേകം ഇപ്പൊ തന്നെ ചിങ്ങൊന്നിന് അവാർഡ് മേടിക്കണം. അവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കിട്ടും. പിന്നെ താങ്ക് യു സോ മച്ച്. എല്ലാം താങ്ക്സ്. അപ്പൊ എനിക്ക് ട്രിവാൻഡ്രത്ത് പോവാനുള്ളത് കൊണ്ട് എനിക്ക് 2 സ്ഥലത്തെ പോവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇനി ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് വരണം. നമ്മള് റീരിക്കുട്ടനെയും കൊണ്ടുവരണം അല്ലേ അമ്മ? അതെ അവന് ശരിക്കും മിസ് ചെയ്തു. അവനാണ് ഇതൊക്കെ കാണാനും എടുക്കാനായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവിടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി ഒരു ദിവസം അവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഓരോ സ്ഥലം ഓരോ പാറ്റേണിലാട്ടോ ചെയ്തേക്കണത്. ഇപ്പോ നമ്മൾ 2 സ്ഥലം കണ്ടത് 2 പാറ്റേൺ അല്ല, അതുപോലെ ഒരു 10-30 സ്ഥലമുണ്ട്, 10-30 തോട്ടമുണ്ട്. അത് 30 സ്ഥലവും 30 രീതിയിലാണ് ചെയ്തേക്കണത്. ഇതൊക്കെ കാണാൻ നമുക്ക് ഒരു ദിവസം വരണം. അപ്പൊ ഇനി നേരെ ട്രിവാൻഡ്രത്തേക്ക്. ഭയങ്കര നല്ല ലക്ഷണമെന്ന് പറയട്ടെ ഇങ്ങനെ കാണുന്നേ. ആന ചാണകിടാൻ പോണോ? എന്തോ എന്റെ മനസ്സ് പറയുന്നില്ല, സംതിങ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ.